ഹലോ, അസ്സാം വലൈക്കും. വലിയൊരു ഇൻട്രൊഡക്ഷനാണ് ലക്ഷ്മി ഷെറിൻ തന്നത്. കൂടുതൽ എല്ലാവരും മലയാളികളായതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇഫ് someone don't know Malayalam, I have presentation as well, so you can look into the screen. The same thing I will say in Malayalam. Okay. So, എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ്സിനെ എങ്ങനെ ഇ കൊമേഴ്സിലേക്ക് സ്കെയിലപ്പ് ചെയ്യാം. ഈ ഇരിക്കുന്ന എത്ര പേർക്ക് ഇ കൊമേഴ്സ് ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ളവരുണ്ട്? എന്തെങ്കിലും രീതിയിൽ, വെദർ ഇറ്റ് ക്യാൻ ബി ട്രഡീഷണൽ ഓർ ഇറ്റ് ക്യാൻ ബി എ സർവീസ് ഓർ എ ന്യൂ ഏജ് ഇ കൊമേഴ്സ് സൈറ്റ്. എത്ര പേർക്കുണ്ട് ഇ കൊമേഴ്സ്? ഷസിൻ, ഐ നോ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടില്ലാത്ത. അപ്പോൾ എത്ര പേര് ട്രഡീഷണലി ഇവിടെ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്? മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, സർവീസ് ഇൻഡസ്ട്രി. ദുബായിലോ അല്ലെങ്കിൽ നാട്ടിലോ? യെസ്, ഓക്കെ, ഖത്തറിൽ. സോ എൻ്റെ പ്രസൻറ്റേഷൻ, അതായത് ഓൾറെഡി ഒരു ബിസിനസ് സ്വന്തമായിട്ട് നാട്ടിലോ അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിയിലുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ ബിസിനസ്സിനെ എളുപ്പത്തിൽ ഇ കൊമേഴ്സിലേക്ക് ആ ബിസിനസ്സിനെ എൻറ്റയർലി കൺവേർട്ട് ചെയ്യുന്നതല്ല, ആ ബിസിനസ്സിന് ഒരു അഡീഷണൽ റവന്യൂ ചാനൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഒരു പ്രസൻറ്റേഷൻ. സോ ഞാൻ ഇപ്പം പറയുന്നത്, ഞാൻ ഇത്രയും നാൾ ദുബായിലായതുകൊണ്ട് ദുബായിലെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ്. ഓക്കെ, സോ ഒരു യു എയിലെ ഇ കൊമേഴ്സ് അടുത്ത 4 വർഷം കൊണ്ട് ഇപ്പോൾ ഉള്ള $33.97 ബില്യൺ നിന്ന് $46.88 ബില്യൺ മാറാൻ പോവാണ് 2029 ആകുമ്പോൾ. ഇ കൊമേഴ്സ് സെക്ടർ, അതിൽ ആമസോൺ ഉൾപ്പെടും, അതുപോലെ തന്നെ തലബത്ത് അല്ലെങ്കിൽ നൂൻ ഇങ്ങനെയുള്ള ക്യൂ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉൾപ്പെടും, അതുപോലെ തന്നെ ഇവിടെയുള്ള ട്രേഡിംഗ് മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെ ഇ കൊമേഴ്സ് പോർട്ടലുകൾ ഉൾപ്പെടെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത്. ഇനി ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, കോവിഡിന് ശേഷവും മുൻപ് ഇവിടെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഒരുപാട് ഡിജിറ്റൽ പേയ്മെൻറ്റ് കമ്പനീസാണ് ഈ റീജിയനിലേക്ക് വന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ഇ കൊമേഴ്സ്, ബിക്കോസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ഡിജിറ്റൽ ബിസിനസ്സസ്, ഡിജിറ്റൽ ഫസ്റ്റ് ബിസിനസ്സസ്. So 65% of UAE's populations shop online. That means over 6.5 million customers are there who are shopping online for each and every product for their home, office or their businesses. Then B2B e-commerce. ഒരുപാട് മലയാളികൾ B2B ചെയ്യുന്ന ആളുകളുണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്. അതായത് ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ എനിക്കുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് വേറെയുണ്ട്. അപ്പോൾ B2B ബിസിനസ് 2030 കൂടി $71.7 ബില്യൺ B2B ഇ കൊമേഴ്സ് വരുന്നത്. ഇനി യു എയുടെ, അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, യു എയിൽ മൊത്തം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏകദേശം 1 മില്യൺ കൊമേഴ്ഷ്യൽ ലൈസൻസുകളാണ്. ഈ 1 മില്യൺ കൊമേഴ്ഷ്യൽ ലൈസൻസുകളിൽ 4.5 ലക്ഷം കൊമേഴ്ഷ്യൽ ലൈസൻസുകൾ ഉള്ളത് ദുബായിലാണ്. ഒരു 2024 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം 4700 ഇ കൊമേഴ്സ് ബിസിനസ് മാത്രം 2024 രജിസ്റ്റർ ചെയ്തു. അതിൽ 2700 ബിസിനസ് ഇ കൊമേഴ്സ് ത്രൂ സോഷ്യൽ മീഡിയ മാത്രമാണ്. ഇ കൊമേഴ്സ് ചെയ്യാൻ ഒരിക്കലും ഒരു വെബ്സൈറ്റ് വേണ്ട, ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടായാലും മതി, ഒരു വാട്സപ്പ് ഉണ്ടായാലും മതി, നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ചെയ്യാം. ഇനി മൊബൈൽ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ 99% ആണ്. അതായത് ഈ റീജിയണിൽ തന്നെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ ഉള്ളത് യു എയിലാണ്, അത് 99% ആണ്. ആൻഡ് വാട്സപ്പ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡോണ്ട് നീഡ് എ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഓർ യു ഡോണ്ട് നീഡ് എ സോഷ്യൽ മീഡിയ പേജ് ഓർ ജസ്റ്റ് വിത്ത് എ വാട്സപ്പ് ഫസ്റ്റ് ഡിജിറ്റൽ ഓട്ടോമേഷൻ യു ക്യാൻ ഡു ഇ കൊമേഴ്സ്. ഇനി എത്ര പേര് ഇവിടെ നിന്ന് ഒരു എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്? എക്സ്പോർട്ട് മാർക്കറ്റ് ഓറിയൻറ്റഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. യെസ്, ആളുകളുണ്ട്. ഓക്കെ, ക്രോസ് ബോർഡർ ഇ കൊമേഴ്സ്. ഇനി ദുബായിയുടെ ഒരു എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജബലലി പോർട്ട് ആൻഡ് ദുബായ് എയർപോർട്ട്. 160 രാജ്യങ്ങളിലേക്ക്
നമ്മൾക്ക് ദുബായ് എയർപോർട്ട് വഴിയും അതുപോലെ തന്നെ ദുബായ് പോർട്ട് വഴിയും നമുക്ക് പ്രൊഡക്ട്സ് അയക്കാനുള്ള സൗകര്യം ആ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഈ 160+ കൺട്രീസിലും നിങ്ങൾക്ക് നിങ്ങളുടെ കറൻറ്റ് പ്രൊഡക്റ്റ്, ഇഫ് നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ, അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ, വേറെ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ദുബായിലെ ബിസിനസ് ഉപയോഗിച്ച്, ബിസിനസ് ലൈസൻസ് ഉപയോഗിച്ചിട്ട് ക്രോസ് ബോർഡർ ഇ കൊമേഴ്സ് ചെയ്യാം. ഈ ക്രോസ് ബോർഡർ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഞാനൊന്ന് എന്താ പറയുക, ഫോർ ദ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഹിയർ യു ക്യാൻ ലിസൺ ടു ദിസ്. സോ അപ്പോൾ ക്രോസ് ബോർഡർ ഇ കൊമേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെയുള്ള എമിറേറ്റ്സ് പോസ്റ്റ്, ഇനി എന്താ പറയുക, ഒരു ചെറിയൊരു ക്ലോത്തിങ് ബിസിനസ് ഉള്ള ആളാണെന്നിരിക്കട്ടെ, ഒരു സ്പെയർ പാർട്ട് ബിസിനസ് ഉള്ള ആളാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറൊരു പെരിഷബിൾ അല്ലാത്ത എന്ത് പ്രൊഡക്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും, നോൺ പെരിഷബിൾ പ്രൊഡക്റ്റ് യു ക്യാൻ ഡു ക്രോസ് ബോർഡർ ഷിപ്പിംഗ്. എമിറേറ്റ്സ് പോസ്റ്റ് UAE ഏറ്റവും വലിയ കൊറിയർ സർവീസ് പ്രൊവൈഡറാണ്, UAE നാഷണൽ കൊറിയർ സർവീസ് പ്രൊവൈഡറാണ്. എമിറേറ്റ്സ് പോസ്റ്റിന് ഒരു സ്പെഷ്യൽ സൊല്യൂഷൻസ് ഉണ്ട് ക്രോസ് ബോർഡർ ഇ കൊമേഴ്സിന് വേണ്ടി മാത്രം. ലോകത്തിലുള്ള ഏകദേശം ഒരു 78 രാജ്യങ്ങളിലേക്ക് എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ EMS എന്ന് പറയുന്ന ഒരു സർവീസ് ഉപയോഗിച്ചിട്ട് ഗ്രോസ് വെയ്റ്റ് ഓപ്ഷൻ, ഗ്രോസ് വെയ്റ്റും ഉണ്ട്. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഗ്രോസ് വെയ്റ്റും വോളിമെട്രിക് വെയ്റ്റും. ഗ്രോസ് വെയ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ്, അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ വെയ്റ്റ് ചിലപ്പോൾ 5 കിലോ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് സ്പേസ് ഒരുപാട് ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് EMS ഫ്രം എമിറേറ്റ്സ് പോസ്റ്റ്. EMS വഴി അപ് ടു 30 kg, വോളിമെട്രിക് വെയിറ്റ് അല്ല, അപ് ടു 30 kg നിങ്ങൾക്ക് ഏകദേശം 78 രാജ്യങ്ങളിലേക്ക് 3 ദിവസം കൊണ്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ല. അതിനൊരു വാട്സപ്പ് അല്ലെങ്കിൽ അതിനൊരു ലാൻഡിംഗ് പേജ്, ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ, ഇറ്റ് ക്യാൻ ബി ഇൻസ്റ്റഗ്രാം, ഇറ്റ് ക്യാൻ ബി ഫേസ്ബുക്ക്, ഇറ്റ് ക്യാൻ ബി ടിക്ടോക്ക്, ബേസ്ഡ് ഓൺ യുവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. സോ എന്തിനു വേണ്ടിയിട്ട് നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങണം? ട്രഡീഷണൽ ബിസിനസ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ബിസിനസ്സുകളിലേക്ക്. ഇപ്പോൾ നമ്മളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു കമ്പനിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ഒരു പ്രൊക്യൂർമെൻറ്റ് മാനേജറിൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കുകയാണ്. അതായത് എൻ്റെ കയ്യിൽ ഐ ഹാവ് ദിസ് പ്രൊഡക്റ്റ്, അപ്പോൾ ഇതാണ് എൻ്റെ ബ്രാൻഡ്, അതുപോലെ തന്നെ എൻ്റെ പ്രൈസിങ് ഇതാണ്, ഞങ്ങൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവും. ആ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഒരു ഡിജിറ്റൽ ഫസ്റ്റ് പ്രൊക്യൂർമെൻറ്റ് മാനേജറാണ് ആ ബ്രാൻഡിൻ്റെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ, അയാൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോകും. അതിനുശേഷം നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് ചെക്ക് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ലിങ്ക്ഡിൻ പേജസ് ചെക്ക് ചെയ്യും. എല്ലാവരും അല്ല ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്. ഒരു ഡിജിറ്റൽ ഫസ്റ്റ് പ്രൊക്യൂർമെൻറ്റ് മാനേജറാണ് നിങ്ങൾ പോകുന്ന കമ്പനിയിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ അവരൊരു പുതിയ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി അവർക്കൊരു എക്സിസ്റ്റിംഗ് സപ്ലയർ ഇല്ല എങ്കിൽ അവർ ഫസ്റ്റ് വന്നിട്ട് B2B കമ്പനീസ് സെർച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഗൂഗിളിൽ വന്നിട്ടാണ്. സോ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എത്ര വലിയ ബിസിനസ്സാണ്, എത്ര മില്യൺസ് ഓഫ് ടേൺ ഓവർ ട്രഡീഷണലി ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബിസിനസ് എന്തായാലും ഓൺലൈൻ കൂടി ആവണം. അതാണ് ഇഫ് യു ആർ നോട്ട് ഓൺലൈൻ, someone else is and they will take your customer. അതായത് ഇപ്പോൾ പല സ്റ്റാർട്ടപ്പുകളുണ്ട്, നിങ്ങളുടെ അതേ പ്രൊഡക്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളായിരിക്കും, പക്ഷേ കസ്റ്റമേഴ്സ് കൂടുതൽ അവരായിരിക്കും. എന്നിട്ട് അവർ നിങ്ങളുടെ അടുത്തു നിന്ന് തന്നെയായിരിക്കും പ്രൊഡക്റ്റ് എടുത്തിട്ട് സെല് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അവർ ഡിജിറ്റലി അവരുണ്ട്. സോ സാധാരണഗതിയിൽ ഇപ്പോൾ പല ബിസിനസ് ഓണേഴ്സും എന്തുകൊണ്ടാണ് ഇ കൊമേഴ്സ് തുടങ്ങാൻ മടിക്കുന്നതെന്ന് വെച്ചാൽ, മെയിൻലി നമുക്ക് ഓൾറെഡി നല്ലൊരു കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാവും, നമുക്ക് ഓൾറെഡി സെയിൽസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾക്ക് നല്ലൊരു സെയിൽസ് ടീം ഉണ്ട്, ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് എനിക്കൊരു ഓൺലൈൻ? ഇതായിരിക്കും ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഡിജിറ്റലും കാര്യങ്ങളും ഒന്നും അറിയാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദ ട്രഡീഷണൽ ബിസിനസ് റൺ ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങിയ ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ടെക്നോളജി അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അതിനൊരു റിലക്റ്റൻസി ഉണ്ടാവാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എനിക്കറിയാൻ പാടില്ലാത്തൊരു ബിസിനസ്സിൽ എനിക്ക് ഒരു എൻ്റെ ക്യാഷ് എനിക്ക് കളയാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇത് യൂഷ്വലി ഞാൻ സംസാരിക്കുന്നത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ന്യൂ ഏജ് ബിസിനസ്സസ്, യങ്സ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സസ്, അവർ ഫസ്റ്റ് ഡിജിറ്റലാണ് നോക്കണത്. കാരണം അവർക്കൊരു സെയിൽസ് ടീം ഉണ്ടാവില്ല, അവർക്ക് ചിലപ്പോൾ 1-2 ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് എങ്ങനെ കസ്റ്റമേഴ്സിനെ കിട്ടും? അത് ഗൂഗിൾ, ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസ് ത്രൂ ഒരു ലീഡ് ജനറേഷൻ ചെയ്തിട്ടായിരിക്കും അവർക്കൊരു കസ്റ്റമറെ കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് തന്നെ വന്നിട്ട് ചോദിക്കും, എനിക്ക് കസ്റ്റമർ ഉണ്ട്, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വേണം എന്ന് പറയും. ഇനി ഒരു എന്താ പറയുക, ഈ ഒരു ട്രഡീഷണൽ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്ത് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. ഓക്കെ, അവരാണ് ഏറ്റവും ബെസ്റ്റ് ഇ കൊമേഴ്സിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അവർക്ക് വേണ്ടത് ആരാണ്? ഒരു റൈറ്റ് പാർട്ട്ണറാണ്. ഞാൻ ഈ സ്കെയിലപ്പ് കോൺക്ലേവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ട്. ഇവർ എന്നെ വന്ന് ക്ഷണിച്ചപ്പോൾ ഞാൻ സ്കെയിലപ്പ് കോൺക്ലേവിൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു. അതിൽ ഫ്രസ്റ്റ് ഹോമിൻ്റെ ഫൗണ്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഈ ബിസിനസ്സിനെ പറ്റി നന്നായിട്ട് അറിയാം, പക്ഷെ ഞാൻ തുടങ്ങിയിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ തുടങ്ങിയിട്ട് ആ ബിസിനസ് തകർന്നു പോയി. അപ്പോൾ എനിക്ക് ടെക്നോളജി അറിയാൻ പറ്റുന്ന ഒരാളെ അന്വേഷിച്ച് നിന്ന സമയത്താണ് ഷാൻ എൻ്റെ അടുത്ത് വന്നതെന്ന് ഫ്രഷ് ഹോമിൻ്റെ മാത്യു സാറ് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ആ റൈറ്റ് പാർട്ട്ണർ. നിങ്ങൾക്ക് ബിസിനസ് അറിയാം, ആ പാർട്ട്ണർക്ക് അത് ഒരു ഏജൻസി ആവാം, അല്ലെങ്കിൽ ഒരു കോ ഫൗണ്ടർ ആവാം, അല്ലെങ്കിൽ ഒരു നല്ല എംപ്ലോയി ആവാം. അവരെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ട്രഡീഷണൽ ബിസിനസ്സിന് ഒരു അഡീഷണൽ റവന്യൂ സോഴ്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റലി ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ് ഡിജിറ്റൽ സ്ട്രാറ്റജി, ആഡ്സ്, യൂസർ എക്സ്പീരിയൻസ്. ഇതെല്ലാം നിങ്ങൾക്കൊരു ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു ടെക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്കോ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനീഷ്യലി ഉള്ള കുറച്ച് കോസ്റ്റ് സേവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു സ്റ്റാഫിനെ എടുക്കും. അവൻ കുറച്ച് ചെയ്തിട്ടുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു ബ്രാൻഡ് സ്കെയിലപ്പ് ചെയ്ത ആളായിരിക്കില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ആ കോസ്റ്റ് സേവിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ നല്ല സമയമാണ് കളയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാനാണ് ആസ് എൻ ഓണ്ടർപ്രനർ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ്, ഹയർ സമ്മൺ ഹു ഹാസ് ഡൺ ഇറ്റ് സക്സസ്ഫുള്ളി ബിഫോർ. അത് സിമിലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിമിലർ സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇനി അപ്പോൾ ഇ കൊമേഴ്സ് തുടങ്ങുമ്പോൾ എല്ലാവരുടെയും വിചാരം എനിക്ക് കുറേയും ഫണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും, എനിക്ക് കുറേ ആളുകൾ അതിനു വേണ്ടി റിക്രൂട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള ചിന്തയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ഒരു സിംഗിൾ ടീം മെമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു കഥ പറയാം. ഞാൻ ഹോട്ട് പാക്കിലായിരുന്നു മുൻപ്. 2018 ഞാൻ ഹോട്ട് പാക്കിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ ഹോട്ട് പാക്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാനിങ്ങനെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് ജനറേഷനും അതുപോലെ തന്നെ ട്രാഫിക് ആഡും ബ്രാൻഡ് അവയർനെസ് ആഡും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ കോർപ്പറേറ്റ് വെബ്സൈറ്റിലേക്കായിരുന്നു ട്രാഫിക് എല്ലാം പോയിട്ടിരുന്നത്. പക്ഷേ അവിടെ ഒരു കൺവേർഷൻ ഇമ്മീഡിയറ്റ്ലി നടക്കുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹോട്ട് പാക്കിൻ്റെ MD ജബ്ബാർക്കായിട്ടും അതുപോലെ തന്നെ സൈനിക്കായിട്ടും ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടമായിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഹോട്ട് പാക്കിൽ അന്ന് ഏകദേശം 3000 എംപ്ലോയീസ് ഉണ്ട്. അവർ എന്നിൽ ആ ഒരു വിശ്വാസം അർപ്പിച്ചിട്ട് പുതിയൊരാളായ എനിക്ക് അതിൻ്റെ ചാർജ് തന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു സിംഗിൾ മെമ്പർ. ഞാൻ തന്നെയാണ് ഷോപ്പിഫൈ ഡെവലപ്പ് ചെയ്ത്. ഷോപ്പിഫൈ ആയിരുന്നു നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പ്ലാറ്റ്ഫോം. നമ്മൾ തന്നെ ഫോട്ടോസ് എടുത്തു. അതേപോലെ തന്നെ ഇൻവെൻട്രി അറിയാവുന്ന ഒരാളെയും കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതായത് ഞാൻ ജസ്റ്റ് മുൻപിൽ നിന്നുകൊണ്ട് ഹോട്ട് പാക്കിൻ്റെ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വച്ചിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് hotpackWebstore.com. നേരത്തെ അവർ പറഞ്ഞ പോലെ ഇന്ന് hotpackWebstore.com ഈ GCC അല്ലെങ്കിൽ മേനയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പാക്കേജിങ് സോഴ്സിങ് പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ. അത് ഇതേപോലെ തുടങ്ങിയതാണ്. ഹോട്ട് പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ്. ഹോട്ട് പാക്കിന് ട്രഡീഷണൽ സെയിൽസ് ടീമുണ്ട്, ഹൈപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഷോറൂമിൽ അവൈലബിൾ ആണ്. പക്ഷേ ഹോട്ട് പാക്കിൻ്റെ ഇത്ര അധികം ആളുകൾ ആ ഹോട്ട് പാക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന് കൂടുതൽ ഇംപ്രഷൻസ്, കൂടുതൽ ബ്രാൻഡ് അവയർനെസ് ഇതൊക്കെ നൽകാൻ സാധിച്ചതിൻ്റെ ഒരു പങ്ക് വഹിച്ചത് ഈ ഓൺലൈൻ സ്റ്റോറാണ്.
കാരണം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും ഓൺലൈൻ സ്റ്റോർ വർക്കിംഗ് ആണ്. ഏത് പാതിരാത്രി ആളുകൾ വന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്താലും അവർക്ക് പ്രൊഡക്റ്റ് വാങ്ങാം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണി വെളുപ്പിന്, 2 മണി, അത് എമറാത്തി കസ്റ്റമേഴ്സിൻ്റെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്നത് 24/7 വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ്മാനാണ്. അപ്പോൾ അസൈൻ എ കേപ്പബിൾ പേഴ്സൺ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, നിങ്ങളുടെ പ്രൊഡക്റ്റ് നന്നായിട്ട് അറിയാവുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു സെയിൽസ് മാനേജറിനെയാണ് നിങ്ങൾ ഓൺലൈൻ തുടങ്ങാൻ ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ ഒരു ടെക്നോളജി അറിയാവുന്ന ആളെ ഒരിക്കലും നിങ്ങൾ ഓൺലൈനിന് വേണ്ടി ഏൽപ്പിക്കരുത്. ടെക്നോളജി അറിയാവുന്ന ആളെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റ് അറിയാവുന്ന നല്ലൊരാളെ ഫുൾ ടൈമായിട്ട് ആൾക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഒരു ഇ-കൊമേഴ്സ് സക്സസ്ഫുള്ളി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും മതി ഒരു ഓൺലൈൻ സ്റ്റോർ ഒരു ട്രഡീഷണൽ ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ. വലിയൊരു നമ്മൾ ആമസോൺ, നമ്മൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നത് ആമസോൺ ഉണ്ടല്ലോ, നൂൻ ഉണ്ടല്ലോ, അതുപോലെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, നമ്മളും കൂടിയും അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ്. പക്ഷേ ചെറുതായിട്ട് തിങ്ക് ചെയ്യുക, കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ആ പണി പഠിക്കുക നമ്മൾ. എന്നിട്ട് പതുക്കെ നമ്മളുടെ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് കൂട്ടുക, നമ്പർ ഓഫ് സർവീസസ് കൂട്ടുക. കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സർവീസസ് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കൊരു ഓൺലൈൻ സ്റ്റോർ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു സെനാരിയോ വെച്ചിട്ട് മിനിമം ഒരു 3 വർഷമെങ്കിലും എടുക്കും ഒരു നല്ലൊരു പ്രോഫിറ്റ് സെൻറ്ററായിട്ട് നിങ്ങളുടെ ഡിജിറ്റൽ സെയിൽസ് ചാനൽ മാറണമെങ്കിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് 10-20 പ്രൊഡക്ട്സ്. ഷോപ്പിഫൈ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ആദ്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി യൂസ് ചെയ്തത് നമ്മളാണ്. അന്ന് ഈ ഷോപ്പിഫൈ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര റിലക്റ്റൻസി ആയിരുന്നു. പല ഓൾറെഡി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ തന്നുകൊണ്ടിരിക്കുന്ന ഏജൻസികളുടെ അടുത്തുനിന്ന്. ഷോപ്പിഫൈ ഇതുവരെയായിട്ടും ഇവിടെ ദുബായിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനി യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ പല ചലഞ്ചസ് പറഞ്ഞു. പക്ഷേ അന്നും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് ജബ്ബാർക്കായും സൈനുക്കായും ഷോപ്പിഫൈയിൽ തന്നെ വിശ്വസിച്ചു. എന്നിട്ട് ഞങ്ങൾ ഷോപ്പിഫൈയിൽ ജസ്റ്റ് ഒരു $29 ഒരു സർവീസ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ആ ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മളുള്ളത് അതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് ഷോപ്പിഫൈ പ്ലസ് എന്നുള്ളൊരു ഒരു പ്ലാറ്റ്ഫോമിലാണുള്ളത്. അഡ്വാൻസ്ഡ് വേർഷൻ, ഓപ്പറേറ്റിംഗ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ്. അപ്പോൾ അത് തുടങ്ങിയത് ജസ്റ്റ് ഒരു സാധാരണ ഒരു ഷോപ്പിഫൈ സ്റ്റോർ ഞാൻ ജസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സാധനത്തിൽ നിന്ന് തുടങ്ങിയ പ്ലാറ്റ്ഫോമാണ്. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഷോപ്പിഫൈ തുടങ്ങുക, അതേപോലെ തന്നെ വാട്സപ്പ് അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഡെലിവറി അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എല്ലാ ഡെലിവറി കമ്പനീസിൻ്റെയും API അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ഡെലിവറീസ് മാനേജ് ചെയ്യാം. കസ്റ്റമർക്ക് ഡെലിവറീനെ പറ്റിയുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും അതിൽ നിന്ന് പോവും. വാട്സപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സിനെയും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. പിന്നെ ഒരു ബിസിനസ് ആദ്യം തന്നെ തുടങ്ങുമ്പോൾ നമ്മളിതിങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയിക്കേണ്ടത് നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സിനെ തന്നെയാണ് ആദ്യം. അതിനുശേഷം സ്വന്തം കസ്റ്റമേഴ്സിനെ അറിയിച്ചതിന് ശേഷം മറ്റുള്ള ആളുകളിൽ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ആഡ്സ് കൊടുക്കണം. കാരണം സെർച്ച് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കസ്റ്റമേഴ്സ് വരുള്ളൂ. അപ്പോൾ സെർച്ച് ആഡ്സ് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ മെറ്റ, ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏത് സോഷ്യൽ മീഡിയക്കാണ് നല്ലതെന്ന് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഇൻസ്റ്റഗ്രാം ആണോ, അല്ലെങ്കിൽ ഫേസ്ബുക്കാണോ വേണ്ടത്, അതല്ലെങ്കിൽ സ്നാപ്ചാറ്റാണോ വേണ്ടത്, അല്ലെങ്കിൽ ടിക്ടോക്ക് ആണോ വേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ചില പ്രൊഡക്ട്സുകൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മാത്രം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് പോകുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റും നിങ്ങളുടെ സർവീസസും ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾ ഓൺലൈനിൽ വരുന്നത്? സമയമില്ലാത്ത ആളുകളാണ്, അല്ലേ? അപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ വന്നു, നമ്മുടെ വെബ്സൈറ്റിൽ വന്നു, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് വായിച്ചു, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡൗട്ട് ഇൻസ്റ്റൻ്റ്ലി അവർ ആ വെബ്സൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് ആ കസ്റ്റമർ കൺവേർട്ട് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ അടുത്ത സെർച്ച് ചെയ്യും, അടുത്ത വെബ്സൈറ്റിലേക്ക് പോകും, അവിടെ നോക്കും, അവിടെ നിന്ന് ഫസ്റ്റ് റെസ്പോൺസ് ആരാണോ കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് അവരിത് ചെയ്യും. കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ അന്ന് വാട്സപ്പ് അത്ര നന്നായിട്ട് വാട്സപ്പിൻ്റെ ബിസിനസ് API ഒന്നും ആരും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വാട്സപ്പ് ഫസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ടാണ് ചെയ്തത്. ഒരു ലൈവ് ഓൺലൈൻ ചാറ്റ് ടൂൾ നമ്മളുടെ വെബ്സൈറ്റിൽ കൊടുത്തു, അതേപോലെ തന്നെ കോൾ ഓപ്ഷൻ കൊടുത്തു, അതുപോലെ തന്നെ വാട്സപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്തിലാണ് ഇമെയിൽ കൊടുത്തു, കസ്റ്റമേഴ്സിന് ഏത് മെത്തേഡ് വഴിയാണ് അവർക്ക് നമ്മളെ ബന്ധപ്പെടേണ്ടത്, ആ മെത്തേഡിലെല്ലാം നമ്മളുടെ കസ്റ്റമർ സർവീസ് വേണം. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ്
യൂസ് ചെയ്യുന്നത്, അവിടെയെല്ലാം നമ്മളുടെ പ്രൊഡക്റ്റ് വേണം. അതായത് ഷോറൂം വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമർ ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങുള്ളൂ. അതുപോലെ തന്നെ ഓൺലൈനിൽ സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമർ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങുള്ളൂ. ഫോൺ വിളിച്ച് വാങ്ങുന്ന കസ്റ്റമർ ഫോണിൽ തന്നെ വാങ്ങുള്ളൂ. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന കസ്റ്റമർ വാട്സപ്പിൽ നിന്നാണ് വാങ്ങുള്ളൂ. അത് നമ്മൾ ചെയ്യുന്ന ഒരു ഇതിൻ്റെ പേരാണ് ഓംനി ചാനൽ സെയിൽസ് എന്നുള്ളത്. ഇപ്പോൾ പല കമ്പനികളും ഓംനി ചാനൽ സെയിൽസിലേക്ക് മാറിയിട്ടുണ്ട്. വലിയ കമ്പനികൾക്ക് എപ്പോഴും ചെയ്യേണ്ടത് ഓംനി ചാനൽ സെയിൽസാണ്. ഇനി ഇവിടെയുള്ള ചില ആളുകൾ ഓൾറെഡി ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ ട്രൈ ചെയ്ത് എന്ത് ചെയ്യുക, അത് ഫെയിലായിട്ടുണ്ടാവും. പക്ഷേ അവിടെ വച്ചിട്ട് അത് നിർത്തരുത്. അതിൻ്റെ റീസൺസ് എന്താണെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഡിഗ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് അത് ഫെയിലായി? ഇത് നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടാവില്ല. പ്രൈസ്, ഓൺലൈനിൽ നിങ്ങൾ കൊടുത്ത പ്രൈസിൻ്റെ ഒരു പ്രോബ്ലം ആവാം. ഓൺലൈനിൽ നിങ്ങൾ അസൈൻ ചെയ്ത ഡെലിവറി പാർട്ട്ണർ പ്രോപ്പർ സമയത്ത് ഡെലിവറി ചെയ്യാത്തതുകൊണ്ടാവാം. ഇനി കൊടുത്ത ആഡ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവാണ്ട് പോയതാവാം. അല്ലെങ്കിൽ നമ്മൾ ആഡ് കൊടുത്ത ലൊക്കേഷൻ മാറിപ്പോയതുകൊണ്ടാണ്. കാരണം ഒരു എമറാത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് കരാമയിൽ ആഡ് കൊടുത്തിട്ട് കാര്യമില്ല. എമറാത്തിനെ കിട്ടാൻ എവിടെ ആഡ് ചെയ്യണം? മിർദിഫിൽ, നാദൽ ഷബയിൽ, അല്ലെങ്കിൽ നാദൽ ഹമ്മറിൽ, അല്ലെങ്കിൽ ബർഷയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സബിൽ വണ്ണിൽ, അല്ലെങ്കിൽ ഉമ്മുസുക്കൈമിൽ, വാസൽ, ഇങ്ങനെയുള്ള ഏരിയകളിൽ ആഡ് കൊടുത്താലാണ് എമറാത്തി കസ്റ്റമറിനെ കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്കൊരു വെസ്റ്റേൺ കസ്റ്റമറെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് എവിടെയാണ്? അറേബ്യൻ റാഞ്ചസ്, മുഡോൺ, എമിറേറ്റ്സ് ഹിൽസ്, അല്ലെങ്കിൽ എന്താ പറയുക പാം ജുമേറ, അല്ലെങ്കിൽ ഗ്രീൻസ്, ലേക്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുത്താലാണ് നിങ്ങൾക്ക് ഒരു വെസ്റ്റേൺ കസ്റ്റമറെ കിട്ടുള്ളൂ. ഒരു മലയാളി കസ്റ്റമറെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ആഡ് കൊടുക്കണം? നമ്മൾ കൊടുക്കേണ്ടത് മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലം എവിടെയൊക്കെയാണോ അവിടെ കൊടുക്കണം. എന്നാലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലൈനിൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എപ്പോഴും പ്രധാനമായിട്ട് എല്ലാ ബിസിനസ്സിനും സംഭവിക്കുന്ന, ഞാൻ മുൻപും പറഞ്ഞു, നമ്മൾ ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് റിസർച്ച് ചെയ്ത് ആ ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള അല്ലെങ്കിൽ അതേ സെയിം ഡൊമൈൻ മാനേജ് ചെയ്ത് ഒരു പാർട്ട്ണറെ, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർ ഏറ്റവും ഫസ്റ്റ് ഞാൻ നോക്കുന്ന കാര്യങ്ങൾ, അവർ ഈ പ്രൊഡക്റ്റ് മുൻപ് ചെയ്തിട്ടുണ്ടോ, അവർ ദുബായിൽ ഇതിനു മുമ്പ് ഡിജിറ്റൽ ആഡ്സ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ദുബായിൽ ഒരു ബിസിനസ്സിൻ്റെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ടോ, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ അടുത്ത് നമ്മൾ കേസ് സ്റ്റഡീസ് ചോദിക്കണം. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കണം. അവർ ചെയ്ത വർക്കിൽ നിന്നുള്ള ആ കമ്പനിക്ക് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടായതെന്ന് നോക്കണം. ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളൊരു ഏജൻസീനെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിനും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനും എടുക്കേണ്ടത്. അതല്ലാണ്ട് നമ്മളൊരു ക്യാഷ് നോക്കിയിട്ട് എനിക്ക് ഇവൻ ഒരു 5000 ദിറത്തിൻ്റെ കൂട്ട് തന്നു, എനിക്ക് വേറൊരു 2000 ദിറത്തിൻ്റെ കൂട്ടുണ്ട്, എന്നാൽ ഞാൻ 2000-ന് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയമാണ് വീണ്ടും പോണത്. നിങ്ങൾ അതിനുവേണ്ടി 3, 4, 5 ആ ഏജൻസി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മാസം എടുക്കും. അവർ പഠിച്ചു വരുമ്പോഴത്തേക്കും നമ്മളുടെ ക്യാഷ് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോയിണ്ടാവും. നമ്മളുടെ ഇ-കൊമേഴ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സമയമാണ്. നമ്മളെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇ-കൊമേഴ്സ് KPIs ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യും. ആ ഗോൾ എന്താണ്? എനിക്ക് 1 മില്യൺ ദിറംസ് അടുത്ത മാസം എനിക്ക് ഉണ്ടാക്കണം. ആ 1 മില്യൺ ദിറംസ് ഗോള് നമ്മൾ KPI സെറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? അതിന് നമ്പർ ഓഫ് ഓർഡേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില 100 ദിർഹാണെന്നുണ്ടെങ്കിൽ ആ 1 മില്യൺ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര ഓർഡേഴ്സ് കിട്ടണം? എനിക്ക് 10,000 ഓർഡേഴ്സ് കിട്ടണം. ആ 10,000 ഓർഡേഴ്സ് എനിക്ക് ഒരു മാസം കൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം എത്ര ഓർഡേഴ്സ് കിട്ടണം എന്നുള്ള ടാർഗറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് അതിന് ആഡ്സ് കൊടുക്കണം. ഇങ്ങനെയാണ് ഒരു ഓൺലൈൻ സ്റ്റോർ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ സീംലെസ് ഇൻവെൻട്രി, സീംലെസ് ഡെലിവറി, ഇതൊക്കെയാണ് ഒരു ഓൺലൈൻ സ്റ്റോർ സക്സസ്ഫുൾ ആവാൻ ഉള്ള ഘടകങ്ങൾ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു B2B ബിസിനസ്. B2B ബിസിനസ്സിന് ഇപ്പോഴും വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇ-കൊമേഴ്സ് ത്രൂ ചെയ്യാനായിട്ട്. ഞാൻ മുമ്പ് ചെയ്ത ഹോട്ട് പാക്കിൻ്റെ B2B ബിസിനസ്സാണ്. അതുപോലെ തന്നെ B2B കസ്റ്റമേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നേരത്തെ, 1 മില്യൺ ബിസിനസ്സുകൾ ഓൾറെഡി ദുബായിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദുബായിലല്ല, UAE കൊമേഴ്ഷ്യൽ ലൈസൻസുകളുണ്ട്. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഡിജിറ്റലി കുറച്ചും കൂടിയും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ പ്രൊക്യൂർമെൻറ്റിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഓഫീസുകളാണ് എങ്കിൽ അവർ ഈ ഓഫീസ് സപ്ലൈസ്, അല്ലെങ്കിൽ അവിടുത്തെ പാൻട്രി സപ്ലൈസ്, അല്ലെങ്കിൽ അവിടുത്തെ IT സർവീസസ്, ടെക്നിക്കൽ സർവീസസ്, ഇതൊക്കെ യൂഷ്വലി ചെറിയ ഓഫീസുകളിൽ ചെയ്യുന്നത് ഒരു റിസപ്ഷനിസ്റ്റ് ആയിരിക്കും. അവർക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും അവരൊരു സപ്ലയറെ വിളിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് അന്വേഷിക്കുന്ന കാര്യങ്ങളും. അപ്പോൾ അവരാദ്യം എന്ത് ചെയ്യും? അവരാദ്യം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും. അവർ പ്രൈസ് ഒന്നും നോക്കില്ല, അവർക്കൊരു പെറ്റി ക്യാഷ് ഉണ്ടാവും. ആ പെറ്റി ക്യാഷിൽ നിന്നായിരിക്കും അവരെടുത്തിട്ടത്
ബൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമ്മളൊരു ഓൺലൈൻ സ്റ്റോറും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ആളുകളുടെ ബിസിനസ് വരും. ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ B2B കസ്റ്റമേഴ്സ് ഇപ്പോൾ നോക്കുന്നത്, അവർ ഇൻസ്റ്റഗ്രാം നോക്കാറില്ല, ഗൂഗിളാണ് കൂടുതലും നോക്കുന്നത്. ആമസോണിലും നൂനിലും പ്രൈസ് കമ്പയർ ചെയ്യും. ചില കസ്റ്റമേഴ്സ് ഇപ്പോൾ ട്രേഡ് ലിങ്കിലും കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് നമ്മളെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെയിലോ നമ്മളൊരു ഡിജിറ്റൽ കാറ്റലോഗ് അയച്ചു കൊടുക്കണം. അവർക്ക് എന്ത് വേണം, അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ കാറ്റലോഗ് ഉണ്ടാക്കുന്ന ഒരുപാട് കമ്പനീസ് ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഫസ്റ്റ് റിപ്ലൈ. ഇപ്പോൾ കൂടുതൽ ബിസിനസ് ഡെസിഷൻസ് എടുക്കുന്ന നിങ്ങളെല്ലാവരും ബിസിനസ് ഡെസിഷൻസ് എടുക്കുന്നത് വാട്സപ്പ് വഴിയായിരിക്കും. ഈവൻ ദുബായ് കോഴ്സ് വരെയും വാട്സപ്പിലുള്ള എവിഡൻസസ് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ക്വിക്ക് റിപ്ലൈസ് ഓൺ വാട്സപ്പ്, റീടാർഗറ്റിംഗ് ഇൻ വാട്സപ്പ്, നമ്മളുടെ പ്രൊഡക്ട്സിനെ പറ്റിയും നമ്മളുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയും കസ്റ്റമേഴ്സിനെ ഇങ്ങനെ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റും വാട്സപ്പ് സ്റ്റാറ്റസുകളും. അതിൻ്റെ പവർ ഒരു വേറെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി അത് സക്സസ്ഫുള്ളി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതാണ് സീംലെസ് ഓർഡർ ഫുൾഫിൽമെൻറ്റ്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്തു, വാട്സപ്പിൽ ഓർഡർ ചെയ്തു, അത് എത്ര പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമർ എന്നും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. സർവീസ് ഫസ്റ്റാണ് ഇന്ന് ദുബായിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ഒരു കസ്റ്റമർ സർവീസ് ഏജൻറ്റിനെ വെച്ചിട്ട് എല്ലാ കോൾസുകളും എടുക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഒരു കസ്റ്റമർ സർവീസ് ഏജൻറ്റിനെ കോൾ എടുക്കാൻ ഏൽപ്പിക്കുക, ഒരു കസ്റ്റമർ സർവീസ് ഏജൻറ്റിനെ വാട്സപ്പ് മെസ്സേജ് നോക്കാൻ ഏൽപ്പിക്കുക, ഒരാളെ ഇമെയിൽ നോക്കാൻ ഏൽപ്പിക്കുക. ഇങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കസ്റ്റമറിന് പെട്ടെന്ന് റിപ്ലൈസ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ കോൾ എടുക്കാനും വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനും ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മുടെ മലയാളികൾ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഈ കസ്റ്റമർ സർവീസിനും സെയിൽസിനും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഓൾറെഡി ഓൺലൈനിലുണ്ട്. ഇനിയും നിങ്ങളുടെ ബിസിനസ് ഓൺലൈൻ ആയില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലൂസ് ചെയ്യണം. അത് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കില്ല, ചിലപ്പോൾ ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് മനസ്സിലാക്കും. അപ്പോഴും ട്രഡീഷണലി ബിസിനസ് ഉണ്ടാവും, പക്ഷേ ഒരു ഓൺലൈൻ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. ചെറിയ പ്രായക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ജെൻ സീസ് ഉണ്ട്, ജെൻ ആൽഫാസ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഒരു ഓൺലൈൻ ഫസ്റ്റ് കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. അവർ ഓൺലൈനിൽ ഒരു ബിസിനസ്സിനെ കണ്ടാൽ മാത്രമാണ് അവരതൊരു ഒത്തൻറ്റിക് ബിസിനസ്സാണെന്ന് വിചാരിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ മോള് ഓൺലൈനിൽ കാണുന്നതല്ല, ഇത് ഇപ്പോൾ തെമുവിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാണ്. അപ്പോൾ അവർ അതിൽ നോക്കുമ്പോൾ പറയും, ഇതിന് എത്രയാ, ഒരു 5 എണ്ണം കൂടി ഉള്ളൂ, 5 പ്രൊഡക്റ്റും കൂടി ഉള്ളൂ വാപ്പ, ഇപ്പം തന്നെ എനിക്ക് വാങ്ങിക്കണം എന്നവൾ പറയും. അപ്പോൾ ഞാൻ അവളോട് പറയും, വാപ്പായും ഇതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഇനി ഉണ്ടാവും, നമുക്ക് പിന്നെ വാങ്ങാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഇല്ല വാപ്പ ഇപ്പം തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ എൻ്റെ ഡെസിഷനിൽ പല കാര്യങ്ങളും അവൾക്ക് വേണ്ട സാധനങ്ങൾ അവൾ ഇൻഫ്ലുവൻസ് ചെയ്ത് വാങ്ങിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ഉദ്ദേശിച്ച്. എൻ്റെ ഒരു ഉദ്ദേശം ഒറ്റ കാര്യം മാത്രമാണ്. നമ്മൾ ഇപ്പോൾ മലയാളികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവരാണ്, നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ അറിയാവുന്നവരാണ്. നമുക്ക് അവിടെ നിന്ന് റവന്യൂ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ ക്യാഷ് റോൾ ചെയ്ത് നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇടുന്ന ആളുകളാണ്. ഇനിയും നിങ്ങൾ ഇ-കൊമേഴ്സ് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇ-കൊമേഴ്സ് തുടങ്ങണം. അത് അത്രയാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഇ-കൊമേഴ്സിൻ്റെ ആ ലോകം കണ്ട ആളാണ്. ഈ ക്രോസ് ബോർഡർ എന്താണെന്ന് കണ്ട ആളാണ്. മൾട്ടിപ്പിൾ കമ്പനീസിൻ്റെ റവന്യൂ സോഴ്സസ് കണ്ട ആളാണ്. ഞാൻ പല ഇവൻറ്റുകളും പല എക്സിബിഷനും പല സ്ഥലത്തും ഞാൻ പോയിട്ട് ആർജിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു ഡിജിറ്റൽ ഫസ്റ്റ് ബിസിനസ് ഉണ്ടായി വരാണ്. നമ്മൾ ഇനിയും ട്രഡീഷണലിൽ നിന്ന് മാറി ചിന്തിച്ച് ഒരു ഡിജിറ്റൽ ഫസ്റ്റ് ബിസിനസ്സും കൂടി ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും Q&Aക്ക് സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇല്ല, ഓക്കെ. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതാണ്. അതേപോലെ തന്നെ ഞാൻ പുറത്തുണ്ടാവും. ഇനി കൂടുതൽ സംശയങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ ഇനി നിങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ ഞാൻ തരാം. ഉപദേശം മാത്രമാണ് തരാൻ പറ്റുള്ളൂ, സമയമില്ല. ഞാൻ ഓൾറെഡി ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അതും കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽഗുറൈർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. അവരുടെ പുതിയൊരു പ്ലാറ്റ്ഫോം UAE ഇതുവരെ ഇല്ല, ഒരു പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ, ഒരു സൂപ്പർ ആപ്പ് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഹെൽത്ത് കെയർ എക്കോസിസ്റ്റം ടോട്ടലി പേഴ്സണലൈസ്ഡ് അറ്റ് ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാണ്. അതിൽ വെൽനെസ് വരും, ഹോസ്പിറ്റൽ വരും, ഡോക്ടേഴ്സ് വരും, ഫാർമസീസ് വരും, വൈറ്റമിൻസ് വരും. അങ്ങനെ ഒരു വലിയ പ്രൊജക്റ്റാണ്. അതിൻ്റെ
ഇനീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ല ബാക്കി വിവരങ്ങൾ പിന്നീട് ഞാൻ പറയും. താങ്ക് യു. Thank you so much.